സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ വീട്ടിലേക്ക് കർത്താവെ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം ആഴത്തിൽ കർത്താവെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം. നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സമയം 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും വഴക്കിലോ അസ്വസ്ഥതയിലോ ശത്രുതയിലോ ആണെങ്കിൽ, ആരോടെങ്കിലും മിണ്ടാതെ പരിഭവത്തിൽ കുഞ്ഞു സൗന്ദര്യപ്പിണക്കം പോലും ആവാം, അപ്രകാരമുള്ള ഒരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ആഴത്തിൽ ഈ മണിക്കൂറിൽ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ ഇടപെടണം, എൻ്റെ കുടുംബം ബന്ധങ്ങളിൽ ഇടപെടണം. കരങ്ങൾ ഉയർത്തി പാടിക്കുക. ആഴത്തിൽ എന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ചേർന്നെല്ലാവരും ആത്മാവിൽ പ്രത്യേകിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ മനസ്സിൽ കാണണം. നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും മുഖം മനസ്സിൽ കാണണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ മനസ്സ് കർത്താവെ, പലതരത്തിൽ മാനസിക പിരിമുറുക്കം, സങ്കടം, ഭാരം, അസ്വസ്ഥതകൾ, ഒരുപക്ഷെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി വിള്ളലുകൾ വന്നിട്ടുണ്ടാവും. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിൽ വേണം. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന വലിയ സ്നേഹ അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ദുഃഖമുണ്ടാവും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു കിട്ടും, നഷ്ടപ്പെട്ട സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടും. കർത്താവെ, എൻ്റെ കുടുംബ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. മുറിവേറ്റ ഓരോരുത്തർക്കും സൗഖ്യം ലഭിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആഴത്തിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഇടപെടണമേ. പഠിക്കേ. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആഴത്തിൽ ആത്മാവിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയം അത്ഭുതകരമായ ശക്തിയാൽ ഈ ദൈവജനത്തിന്റെ മേൽ ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചൊരു മകനുണ്ട്. ആ മകന്റെ പേരെന്താ? ഈശോ. ആ മകൻ എങ്ങനെ വളർന്നു? ആ മകൻ പഠിച്ചത് എവിടെ നിന്നാണെന്നറിയാവോ? അപ്പനിൽ നിന്നാണ് പഠിച്ചത്. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളും ഈശോയെ പോലെ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളും പഠിക്കേണ്ടത് അപ്പനിൽ നിന്ന്, ഈ സ്കൂളിൻ്റെ ഈ പ്രധാനപ്പെട്ട വ്യക്തിയിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. ഈശോയെക്കുറിച്ചൊരു കുഞ്ഞു വചനം എഴുതിയിട്ടുണ്ട്, പക്ഷെ വളരെ ശ്രദ്ധിക്കണം. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 11 ഒന്ന് വായിച്ചാലോ? ഈശോ ഇതാ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മുമ്പിൽ ഈശോ പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ,
യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 11, neither do I condemn you, go your way, and from now on do not sin again. Praise the Lord. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. ഈശോ ഇതെവിടുന്നാ പഠിച്ചത്? ഈശോ ഈ പെണ്ണിനെ വിധിക്കാമായിരുന്നു. കല്ലെറിയാൻ എല്ലാവരും കൂടെ വന്ന് നിൽക്കുമല്ലേ, പക്ഷെ കല്ലെറിഞ്ഞില്ല. ഈശോ തൻ്റെ ജീവിതത്തിൽ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. ആ പാഠം ഈശോ അത് പ്രാവർത്തികമാക്കി. ഈശോ ആരിൽ നിന്നാ ഇത് പഠിച്ചത്? അപ്പനിൽ നിന്ന് പഠിച്ചത്. അപ്പൻ്റെ പേരെന്നതാ? ഔസേപ്പച്ചനിൽ നിന്ന് പഠിച്ച കാര്യമാണതെന്ന്. ഔസേപ്പിൽ നിന്ന് പഠിച്ച കാര്യമാണ് എന്ത്? അപ്പനിൽ നിന്ന് പഠിച്ച കാര്യം. സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതയാകാൻ ഇട്ടുകൊടുക്കാത്ത അപ്പൻ, ആ അപ്പനിൽ നിന്ന് ഈ മകൻ ഒരു കാര്യം പഠിച്ചു: ഈ ഭൂമിയിൽ ഞാൻ ആരെയും അപമാനിക്കാൻ ഇട്ടുകൊടുക്കരുത്. നാട്ടുനടപ്പനുസരിച്ച് വേണമെങ്കിൽ അപമാനിക്കാം, കല്ലെറിയാൻ ഇട്ടുകൊടുക്കാം, പക്ഷേ ഈശോ ഇട്ടുകൊടുത്തില്ല. കാരണം ഈശോയുടെ ഉള്ളിൽ അപ്പനിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട്. എൻ്റെ അമ്മയെ നാട്ടുകാരുടെ മുമ്പിൽ കുറ്റം വിധിക്ക് ഇട്ടുകൊടുക്കാത്ത എൻ്റെ അപ്പൻ, ആ അപ്പൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മകന് അത്രമേൽ ആഗ്രഹമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ഔസേപ്പച്ചന്റെ, ജോസഫിന്റെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഓരോരുത്തരുടെ സ്വഭാവത്തിൽ ഈ സ്വഭാവ രീതികൾ വർദ്ധിക്കാൻ തുടങ്ങും. ഈശോയുടെ ഓരോ നിലപാടുകളും ശ്രദ്ധിക്കൂ. ഇതെല്ലാം വളർന്നത് എവിടുന്നാണെന്ന് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ജോസഫിന്റെ സ്വഭാവത്തിൽ നിന്നാണ്. സർദി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11 അധ്യായം 29 തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 29. വായിച്ചാലോ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കണ്ടോ, വചനം പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലതരം ഉയർത്തിപ്പിടിച്ചേ ഈ വചനം നമുക്ക് നേറ്റു പറയാം. പലതരത്തിൽ ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇതേറ്റു പറഞ്ഞോണം. മത്തായി സുവിശേഷം 11 അധ്യായം 29 തിരുവചനം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. കൈതാത്തിക്ക് ഈശോ നമ്മളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത് ഏത് സ്കൂളിൽ പഠിക്കാനാണ്? സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാണ്, നിനക്ക് ആശ്വാസം വേണോ? ഞാൻ പഠിച്ച സ്കൂളിൽ വന്ന് പഠിച്ചാൽ മതി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിനക്ക് ആശ്വാസം വേണോ? ഞാൻ പഠിച്ച സ്കൂളിൽ വന്ന് പഠിക്കണം. ഹല്ലേലൂയ. ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ആശ്വാസം തരും. ഈ ആശ്വാസം കിട്ടണമെങ്കിൽ വരൂ, നമുക്ക് ഏത് സ്കൂളിൽ പോയി പഠിക്കാം? സെന്റ് ജോസഫ് സ്കൂളിൽ പോയി പഠിക്കാം. വചനം പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ. ഞാൻ ആരാണെന്ന്? ശാന്തശീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഈ ശാന്തത, ഈ വിനീതമായ ഹൃദയം കിട്ടിയത് എവിടുന്നാ? അപ്പനിൽ നിന്ന് കിട്ടിയ സ്വഭാവം. സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ച ക്വാളിറ്റിയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം അല്ലേ, അതിന്റെ 1 അധ്യായം 20 തിരുവചനം വായിച്ചേ. മത്തായി സുവിശേഷം 1 അധ്യായം 20 തിരുവചനം. സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുവാണേ, വായിച്ചോളൂ. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്
പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറയണത്? ജോസഫിനെ കുറിച്ച്. ജോസഫിന്റെ അവസ്ഥ എന്താ? ഹൈ ടെൻഷൻ ഉണ്ടാകേണ്ട ഒരു സമയം. കാരണം കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ് ഗർഭിണിയായിരിക്കുന്നു. നമ്മളിത് വെറുതെ വായിച്ചു പോകാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നിങ്ങളുടെ കല്യാണം. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ് ഗർഭിണിയായിരിക്കണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? എങ്ങനെ പ്രതികരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആണോ? അല്ലെന്ന്. ഇതൊക്കെ ഇവിടെ വരുമ്പോഴല്ലേ ഉള്ളൂ. നമ്മളൊരു വിഷയത്തിൽ ഇത്രമേൽ ആശങ്കപ്പെടാൻ, അസ്വസ്ഥപ്പെടാൻ വേറെ കാരണം വേണോ? ഈ കല്യാണം മുടങ്ങിപ്പോകാൻ വേറെ കാരണം വേണോ? വേണോ? ഗർഭിണിയൊന്നും ആവേണ്ട. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിച്ചേ. നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ നിങ്ങളുടെ മകളുടെയോ കല്യാണ ആലോചന വരുമ്പോൾ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ചോ ചെറുക്കനെ കുറിച്ചോ അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം കേട്ട് കഴിഞ്ഞാൽ അതൊന്നും സാരമില്ല എന്നാണോ പറയുന്നത്? അല്ല. നിങ്ങൾ കൂലങ്കഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. കൂലങ്കഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം ഒരു അപ്പനും മകളും, മകള് ഡോക്ടറാണ്, മകളെ കൊണ്ടുവന്നിട്ട് അപ്പം പറഞ്ഞു, അച്ഛാ ഇവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. ടെൻഷനാണ് അച്ഛാ, ടെൻഷൻ. ഉറക്കമൊന്നും ഇല്ല രാത്രിയിൽ. ആർക്ക്? അപ്പന്. മകള് കൂൾ. മകള് പറഞ്ഞു, അപ്പൻ ഇത് എന്തിൻ്റെ കേടാ? അപ്പൻ ഉറക്കയില്ലെന്ന്. അപ്പനേക്ക് ഇത് എന്തിന്? അപ്പൊ ഒരു മകളുടെ മകന്റെ കല്യാണം നടത്തുമ്പോൾ മക്കളെക്കാളും ടെൻഷൻ ആർക്കാ? അപ്പനും അമ്മയ്ക്കുവാ. അവർക്ക് ഉറക്കയില്ല. അവർക്ക് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ടെൻഷൻ 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 ടെൻഷൻ. നമ്മൾ ചിന്തിച്ചേ, തിരുവചനത്തിൽ പറയുന്നൊരു കാര്യം എന്നാണെന്നറിയോ? ഹൗസെ പിതാവ് ഈ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴും നന്നായി ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഉറങ്ങണ്ടേ? ഉറക്കം കിട്ടുമോ? നിങ്ങൾ ആലോചിച്ചേ. നിങ്ങൾക്ക് അത്രമേൽ സീരിയസ് ആയ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടുമോ? ചില ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കിപ്പോൾ സുനാമി വന്നാലെന്ത്, വേൾഡ് വാർ വന്നാലെന്ത്, അവരുറങ്ങും അല്ലേ? അവരിവിടെ വന്നിരുന്നു ഉറങ്ങുന്നു. ആയിക്കോട്ടെ, നല്ല മനുഷ്യർ, സമാധാനമുള്ളവർ. ഇങ്ങോട്ട് നോക്കൂ. അതായത് നമ്മുടെ സ്വസ്ഥത പോയാൽ ആദ്യം പോകുന്ന സാധനം ഉറക്കാണ്. പിന്നെ ഇങ്ങനെ കിടന്നോട്ട് തലയ്ക്കകത്തിട്ട് തീ കത്താൻ തുടങ്ങും. അസ്വസ്ഥത വരാൻ തുടങ്ങും. ഉറക്കമില്ല. കാരണം എന്താ? അത്രമേൽ ഭാരപ്പെട്ടൊരു വിഷയം. പക്ഷെ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നു, ഈ മനുഷ്യന്റെ പ്രത്യേകത, ഇത്രയും ഭാരപ്പെട്ട സംഭവത്തിന് മുമ്പിലും ഈ മനുഷ്യൻ ശാന്തനായിരുന്നു, സ്വസ്ഥനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ തക്കവിധം ആ മനുഷ്യന്റെ മനസ്സ് പാകപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. തിരിച്ചൊന്നും പറഞ്ഞില്ല. ശാന്തനായിരുന്നു. ഈ ശാന്തതയാണ് ആർക്ക് കിട്ടിയത്? പറ. ഈശോയ്ക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ ആരാണ്? ശാന്തശീലനാണ്. എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇതാണ്. എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ഒത്ത നടുവിൽ ശാന്തതയോടുകൂടെ, ആത്മസംയമനത്തോടുകൂടെ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ശാന്തത ഔസേപ്പിതാവ് തരും. പറഞ്ഞു കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ജീവിതത്തില് അല്ലെ, നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ അയ്യോ ഇപ്പൊ ഭൂമി പിളർന്ന് താഴ്ത്തോട്ട് പോയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ഘട്ടങ്ങൾ. അത്രമേൽ തീ കത്തുന്ന അവസ്ഥയുടെ മുമ്പിലും ശാന്തത, സ്വസ്ഥത, ഭാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം അതിനു മുമ്പേ പരുവപ്പെട്ടതായിരിക്കണം. ആ ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നതിന് ഒരു പാകത വന്നിട്ടുണ്ടാവണം. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ദിവസം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു വാർത്ത കേട്ട് അപ്പം തന്നെ ചിലർ ബോധം കെട്ട് വീഴുന്നു, ചിലർ പ്രതികരിക്കുന്നു. എന്നാൽ ഔസേപ്പ് ഇതൊന്നും പ്രതികരിക്കാതെ നിന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതിയിൽ പാകപ്പെട്ടൊരു മനസ്സുണ്ട്,
സ്വസ്ഥമായൊരു മനസ്സുണ്ട്, ഏത് പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യാൻ നേടിയിട്ടുള്ളൊരു മനസ്സുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടവന്നു. ക്യാൻസർ രോഗിയായിരുന്ന ഭർത്താവ് മരിച്ചു. അപ്പോൾ ഈ മനുഷ്യന്റെ ശവസംസ്കാരത്തിന് ചെല്ലുമ്പോൾ ശവപ്പെട്ടിയുടെ സൈഡിലിരിക്കുന്ന ഭാര്യ, നാളുകളോളം ഈ ഭർത്താവ് കിടപ്പിലായിരുന്നു. വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം, വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന കുടുംബം. അതിനിടയിലാണ് ഈ ഭർത്താവ് നഷ്ടപ്പെട്ടത്. മരണത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ സഹോദരി വീണ്ടും കണ്ടു. ഈ വീണ്ടും കണ്ടപ്പോൾ ഈ സഹോദരിയുടെ മുഖം വളരെ ശാന്തമാണ്, വളരെ ശാന്തമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ശാന്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ കടലിന്റെ തിരമാലകളുടെ ഈ വലിപ്പവും ബഹളവും എല്ലാം എവിടെയാ ഉള്ളത്? കരയിലാ ഉള്ളത്, അല്ലേ? ഉൾക്കടലിലോട്ട് ചെല്ലും തോറും എന്താണുള്ളത്? ശാന്തത, സ്വസ്ഥത, സ്വസ്ഥത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെ പോകുന്നു സാഹചര്യം? അച്ഛാ ശാന്തമാണ്, അച്ഛാ ശാന്തമാണ്. ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം ഇങ്ങനെ ശാന്തമാണെന്ന് പറയണമെങ്കിൽ ഈ സ്ത്രീ ഇതിനു വേണ്ടി പാകപ്പെടുത്തിയെടുത്തിയ ഒരു മനസ്സുണ്ടെന്ന്, ഒരു മനസ്സുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഭാരവുമില്ല. കാരണം അന്തോനിസ് പുണ്യവാളിനെ പോലെ, യൂദാ തദേവുസിനെ പോലെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്, എനിക്ക് ഭാരമില്ല അച്ഛാ എന്ന് പറഞ്ഞാൽ, ജീവിത പങ്കാളിയുടെ മരണത്തെ ഒരു ദൈവീകമായി മനസ്സിലാക്കി ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പലർക്കും കിട്ടാതെ പോകുന്നതാണ്. നമ്മുടെ ടെമ്പറമെന്റ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഔസേപ്പിതാവിനെ കൂട്ടിന് പിടിക്കണം. ഔസേപ്പിതാവ് വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്തു, വളരെ ശാന്തമായിട്ട്. ഹല്ലേലൂയാ. ഈ ശാന്തതയാണ് ഈശോയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ അപ്പനിൽ നിന്ന് നീ പഠിക്കണം. ഓ എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചു പോയിട്ടുണ്ടാവും, പേടിക്കണ്ട, നമുക്ക് സ്വർഗസ്ഥനായ ഒരു അപ്പനുണ്ട്, അപ്പൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഔസേപ്പിതാവിൽ നിന്ന് പഠിക്കാമെന്ന്. ശാന്തത പഠിക്കണം, സ്വസ്ഥത പഠിക്കണം, മനസമാധാനം പഠിക്കണം. മറ്റൊരു വചനം വായിച്ചേ, യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. ഈശോയെക്കുറിച്ച് ഒരു വലിയ പ്രവചനമാണ്. യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് ഈശോയെക്കുറിച്ച് ഒരു പ്രവചനം നടത്തിയിരുന്നു. ഒന്ന് വായിച്ചാലോ? യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം, ചാപ്റ്റർ 53 വേഴ്സ് 7, 7-ാം വചനം. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ഈ മൗനം പാലിക്കാൻ കിട്ടിയ ട്രെയിനിങ് ആരിൽ നിന്നാണ്? അപ്പനിൽ നിന്നാണ്. ജോസഫിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണത്. മൗനം പാലിച്ചു. പ്രതികരിക്കാമായിരുന്ന പല സന്ദർഭങ്ങളില്ലേ? നിങ്ങൾ ചിന്തിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ. ആ കുരിശെ കയറ്റി മരണപ്പെടുന്ന സമയമുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അങ്ങേയറ്റം തീവ്രമായ വേദനയുടെ സമയം. കുരിശേൽ ഇങ്ങനെ ജീവിതത്തിൽ അങ്ങേയറ്റം ഭാരപ്പെടുന്ന സമയം താഴത്ത് നിന്നുകൊണ്ട് പട്ടാളക്കാര് പലതരത്തിൽ പറഞ്ഞ് കളിയാക്കുന്നു. നിനക്ക് ധൈര്യമുണ്ട്, ഇറങ്ങി വാടാ. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ശരിയാ, കുരിശുമരണമൊക്കെ നേടാം, 2 പറഞ്ഞിട്ട് ചത്താ മതിയായിരുന്നു. ഇവന്മാരാര്? ഇവന്മാരോട് 2 പറയണം. ഈശോ മൗനം പാലിച്ചു. നമ്മുടെ കുടുംബ ജീവിത വഴികളിൽ നമുക്ക് വേണ്ട വലിയൊരു കൃപയെക്കുറിച്ചാണ് വചനം പറയുന്നത്. മൗനം പാലിക്കാൻ. ചില സമയങ്ങൾ പൊട്ടിത്തെറിക്കാൻ തോന്നും, പക്ഷേ പൊട്ടിത്തെറിക്കരുത്, മൗനം വിടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പൊട്ടിത്തെറിക്കാൻ തോന്നും, ഇപ്പൊ അടി കൊടുക്കാൻ തോന്നും, ഇപ്പൊ ബഹളം വെക്കാൻ തോന്നും, ഇപ്പൊ അങ്ങോട്ട് ആദ്യം ചാടരുത്.
ചാടരുത്. മൗനം, ശാന്തത, സ്വസ്ഥത വളരെ പ്രധാനം. കുടുംബം മുമ്പോട്ട് നീങ്ങണോ, സമാധാനം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ ചാടിക്കടിക്കരുത്. ചാടിക്കടിക്കരുത് കേട്ടല്ലോ. ശാന്തത വേണം കേട്ടോ, സ്വസ്ഥത വേണം, സമാധാനം വേണം. ഔസേപ്പിതാവിനെ കുറിച്ച് വചനം പറയുന്നവൻ ശാന്തനായിരുന്നു. നിങ്ങളൊന്ന് വചനം വായിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 19. മത്തായി 1:19. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതെ, ഔസേപ്പിതാവ് എടുത്ത നിലപാട് ശാന്തത, മൗനം, സ്വസ്ഥത. ബഹളം വെച്ചില്ല. വേണമെങ്കിൽ വഴി അടിയുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം, തല്ലാൻ പോകാം, നാട്ടുകാരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാം, യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ട് നാണം കെടുത്താം. പക്ഷെ ഒന്നിനും മുതിർന്നില്ല. 1-ാം അധ്യായം 24-ാം തിരുവചനം വായിച്ച് 1:24. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഔസേപ്പ് തിരിച്ചൊന്നും ചോദിച്ചില്ലെന്ന്, ദൈവത്തോട് മറുതലിക്കാൻ പോയില്ല. യെസ്, ശാന്തത, സ്വസ്ഥത. കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് പേരൻസിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വസ്ഥത, ശാന്തത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ കൂടുന്നത് കൂടുതലും പേരൻസ് ആണ്. മാതാപിതാക്കൾ ഒന്ന് കൈപൊക്കിക്കുക. മാതാപിതാക്കൾ എല്ലാവരും തന്നെ മാതാപിതാക്കളാണ്. ശ്രദ്ധിച്ചേ, നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഏത്? ശാന്തത. ശാന്തത കൈവിടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാന്തത കൈവിടരുത്. ശാന്തത കൈവിട്ട കയ്യിന്ന് പോവും, താളം തെറ്റും. കാരണം കുടുംബത്തിന്റെ അവസ്ഥ, എല്ലാവരും പല സ്വഭാവക്കാരല്ലേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ 4 പേരുണ്ടെന്ന് വിചാരിച്ചോ, ഭാര്യയും ഭർത്താവും 2 പിള്ളേരും. ഈ 2 കുട്ടികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഒരേപോലെ ആയിരിക്കുമോ? അല്ല, രണ്ടും 2 സ്വഭാവം. ഒരെണ്ണം പഠിക്കും, ഒരെണ്ണം പഠിക്കുകയില്ല. ഒരെണ്ണം പള്ളിയിൽ പോകും, ഒരെണ്ണം പള്ളിയിൽ പോവുകയില്ല. ഒരെണ്ണത്തിന് ചായ ഇഷ്ടം, മറ്റതിന് കാപ്പി ഇഷ്ടം. ഒരെണ്ണത്തോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മറ്റത് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 2 സ്വഭാവം. ഇത് കാണുമ്പോഴത്തേക്ക് പേരൻസ്, മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടും അരിശം, ദേഷ്യമൊക്കെ വരും. പക്ഷേ ശാന്തത, സ്വസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ ചാടിക്കടിക്കരുത്. ഔസേപ്പിതാവിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ചാടിക്കടിക്കരുത്. സ്വസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.